കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീരാമക്ഷേത്രം തൃപ്രയാർ ക്ഷേത്രം. ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്കും ഏറെ പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി തൃശ്ശൂരിലെത്തിയപ്പോൾ ഇവിടുത്തെ തന്ത്രിയുടെ ക്ഷണപ്രകാരം ഈ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി എത്തിയത്. നാലമ്പല ദർശനം ഏറെ പ്രധാനപ്പെട്ടതാണ്. അതിലാദ്യത്തെ ക്ഷേത്രം കൂടിയാണ് തൃപ്രയാർ ശ്രീരാമക്ഷേത്രം. വിഗ്രഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പൂജിച്ച വിഗ്രഹം എന്ന് പറയും. അപ്പോൾ ഒരു യുഗത്തിൽ ഒരു ദേവനാൽ ആരാധിച്ച വിഗ്രഹം ലോകത്ത് വേറെ എവിടെ ഉണ്ടാവില്ല, ശ്രീരാമൻ്റെ. അപ്പോൾ ആ വിഗ്രഹത്തിൻ്റെ പ്രത്യേകത അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ സങ്കല്പം, ഖരവധം കഴിഞ്ഞിരിക്കുന്ന സങ്കല്പമാണ്. അപ്പോൾ ഖരവധം കഴിഞ്ഞിരിക്കുന്ന ആ ഒരു രൗദ്രത എപ്പോഴും ദേവനിലുണ്ട്. ഇതുകൂടാതെ ത്രിമൂർത്തി ചൈതന്യവും ദേവനിലുണ്ട്. അതൊരു ശക്തിയാണത്. അപ്പോൾ ശ്രീരാമനിൽ തന്നെ ത്രിമൂർത്തികളുടെ ഒരു ശക്തിയുണ്ട്, അതൊരു പ്രത്യേകതയാണത്. പിന്നെ അതുകൂടാതെ ശ്രീഭൂമി രണ്ട് ഐശ്വര്യ ദേവതകളായിട്ട് ശ്രീ ഭഗവതി ഭൂമി ഭഗവതി ദേവൻ്റെ ഒപ്പം തന്നെയുണ്ട്. അതാണ് അകത്തെ പ്രത്യേകത. പിന്നെ മണ്ഡപത്തിൽ ഹനുമാൻ്റെ സങ്കല്പം, ശാത്തനസ്വാമിയുടെ സങ്കല്പം തൊട്ടരികിൽ തന്നെ പുറത്ത് ഉണ്ട്, ഒരു വെണ്ണാര സങ്കല്പമായിട്ടുണ്ട്. ഒരു ദിവസം തന്നെ ഈ ശരപുത്രന്മാരായ ആളാളെ ശ്രീരാമനെ തട്ടിറങ്ങിയത് ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ, അങ്ങനെ കഴിഞ്ഞിട്ട് വീണ്ടും അവസാനം ശ്രീരാമനെ തന്നെ വരിക. അത് വളരെ വിശേഷമായിട്ടുള്ളൊരു അനുഭൂതിയാണ് എന്ന് പറയുന്നുണ്ട്. തൃപ്രയാറിൽ നിന്ന് തുടങ്ങിയിട്ട് മറ്റു മൂന്നും കഴിഞ്ഞ് വീണ്ടും ഇവിടെ തന്നെ വരിക. വനവാസത്തിന് പോയ ശ്രീരാമനെ കാത്ത് തപസ്സനുഷ്ഠിക്കുന്ന ഭരതപ്രതിഷ്ഠയാണ് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലേത്. നാലമ്പല ദർശനത്തിൽ തൃപ്രയാർ ക്ഷേത്രം കഴിഞ്ഞാൽ എത്തുന്നതും ഇവിടെയാണ്. 2 ഏക്കറോളം വരുന്ന കുലീബനി തീർത്ഥത്തിൽ ഗംഗ, യമുന, സരസ്വതി നദികളുടെ സാന്നിധ്യമുണ്ടെന്നാണ് കണക്കാക്കുന്നത്. മീനൂട്ടും ഇവിടുത്തെ പ്രധാന വഴിപാടുകളിലൊന്നാണ്. തൃപ്രയാർ ക്ഷേത്രത്തിൽ നിർമാല്യം തൊഴുത ശേഷം ഉഷപൂജയ്ക്ക് മുന്നേ ഇരിങ്ങാലക്കുടയിലെത്തി ദർശനം നടത്തണമെന്നാണ് വിശ്വാസം. ഇന്ത്യയിൽ തന്നെ ഭരതക്ഷേത്രങ്ങൾ വളരെ കുറവാണ്. നാലമ്പല ദർശന ആരാധനാക്രമത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് തിരുമൂഴിക്കുളം ക്ഷേത്രം. ശ്രീരാമചന്ദ്രന്റെ സന്തത സഹചാരിയായിരുന്ന ലക്ഷ്മണസ്വാമിയുടെ ക്ഷേത്രം. അയോധ്യയിലെ കിരീടാവകാശം ഒരിക്കൽ പോലും ആഗ്രഹിക്കാതിരുന്ന ലക്ഷ്മണൻ സീതയ്ക്കും രാമനുമൊപ്പം നീണ്ട 14 വർഷം വനവാസത്തിലും ഏർപ്പെട്ടു. മഹാവിഷ്ണുവിന്റെ പ്രധാനപ്പെട്ട 108 ക്ഷേത്രങ്ങളിൽ ലക്ഷ്മണസ്വാമി സങ്കല്പത്തിലുള്ള അമ്പലമാണിത്. പുരാണത്തിൽ അനന്തന്റെ അവതാരമാണ് ലക്ഷ്മണൻ, സഹോദര സ്നേഹത്തിന്റെ ഉദാത്ത മാതൃക. രാമായണ പുണ്യം തേടി വിശ്വാസികൾ 4മതായി എത്തുന്ന ക്ഷേത്രമാണ് പായമൽ. ശാന്തഭാവത്തിലുള്ള ശത്രുഘ്ന സ്വാമിയുടെ പ്രതിഷ്ഠ. പുരാണത്തിലെന്നും ഭരതന്റെ നിഴലായി നിന്നു ശത്രുഘ്നൻ. മഹാവിഷ്ണുവിന്റെ കയ്യിൽ വിളങ്ങുന്ന സുദർശന ചക്രത്തിന്റെ അവതാരമാണ് ശത്രുഘ്നൻ എന്നാണ് വിശ്വാസം. കേരളത്തിലെ ചുരുക്കം ശത്രുഘ്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ശ്രീരാമചന്ദ്രന്റെയും സഹോദരന്മാരുടെയും പ്രതിഷ്ഠയുള്ള ഈ 4 ക്ഷേത്രങ്ങളിൽ ഒരു ദിവസം തന്നെ ദർശനം നടത്തുന്നത് പുണ്യമാണെന്നാണ് വിശ്വാസം. കേരളത്തിലെ നാലമ്പല ദർശന മഹിമയെക്കുറിച്ച് അടുത്തിടെ പ്രധാനമന്ത്രി തന്നെ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ലിഷോയ്ക്കും സുജി പട്ടാമിക്കും ആന്റണി ഗ്രിഗറിക്കുമൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.